ഇനി എൻ്റെ പഞ്ചായത്ത് പോകുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് സുരേഷ് ശ്രീധരനുണ്ട്. നമസ്കാരം ശ്രീ സുരേഷ്. വണ്ടൻമേട് പഞ്ചായത്ത് കൂടുതലും ഒരു കാർഷിക മേഖലയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് പ്രധാന ഊന്നൽ നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു വികസന പ്രവർത്തനങ്ങളെ? തീർച്ചയായിട്ടും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്രദമായ പദ്ധതികളാണ് സാധാരണ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട്, നമ്മൾ 4 വർഷക്കാലമായിട്ട് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളും, പിന്നെ അതുപോലെ തന്നെ റോഡ്, കുടിവെള്ളം, പിന്നെ മാലിന്യം, അതുപോലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമായി ഊന്നൽ നൽകിയിരുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ മാലിന്യ സംസ്കരണ രംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് തന്നെയായിരുന്നു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് 18 വാർഡുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത്, നമുക്ക് കാർഷിക മേഖലകൾ 10 വാർഡുകളും 11 വാർഡുകളും, ബാക്കിയുള്ള 7 വാർഡുകളും തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയെ സംബന്ധിച്ചിടത്തോളം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ലയങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് മൂലം അവർക്ക് വീടോ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവർ മാലിന്യങ്ങൾ കൂടുതലായിട്ട് റോഡ് സൈഡുകൾ, മാലി, കറുവാക്കുളം, ശാസ്താങ്ങാട്, വാഴവീട് എന്ന് പറയുന്ന പ്രദേശങ്ങൾ പണ്ട് മുതലേ കേരളത്തിലെ ഏറ്റവും ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന പ്രദേശമാണ്. എന്നാൽ ഇപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് പോയിരുന്ന് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ 100% ഏറ്റവും നല്ല ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മൾ ഉള്ള ശുചിത്വ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അത് വീടാന്തരം കയറി നമ്മൾ അവർക്ക് കൗൺസിലിംഗ് സെമിനാറുകൾ നടത്തുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ നൽകുകയും തുമ്പർമൊഴി പോലുള്ള നമ്മൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയും അതിനോടൊപ്പം തന്നെ രാവിലെ തന്നെ നമ്മുടെ ടിപ്പറിൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ചെന്ന് അവരുടെ വീടുകളിൽ ചെന്ന് അന്ന് വരുന്ന വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ നമ്മൾ ക്ലിയർ ആയി എടുത്തോണ്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിലുള്ള ഒരു ശുചിത്വത്തിന്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ USP മേടിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ USP മേടിക്കുന്ന പഞ്ചായത്ത് വണ്ടൻമേട് പഞ്ചായത്ത് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം 40,000 രൂപ വരെ USP കിട്ടുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. 100% കളക്ഷനാണ് നമ്മുടെ വണ്ടൻമേട് പഞ്ചായത്തില്. USPയുടെ കാര്യത്തിൽ 100% കളക്ഷനാണ്. ഇപ്പൊ റോഡിന്റെ 2 സൈഡുകളിൽ കൂടെ വന്ന് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് ആഹാരം കഴിക്കുന്ന രീതിയിൽ നല്ല ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലയിലെ എറ്റയാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. കാരണം നമ്മൾ എറ്റയാർ പഞ്ചായത്ത് പോലെ അല്ല നമ്മുടെ പഞ്ചായത്ത്. കാരണം തോട്ട മേഖല കൂടുതലുള്ള പഞ്ചായത്തുകൾ വാർഡ് പഞ്ചായത്ത് ആയതുകൊണ്ട്, പക്ഷെ ആ വാർഡുകളിൽ പോലും അത്ര നല്ല നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹരിതകർമ്മ സേനയിൽ 100% കളക്ഷനുള്ള മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ വന്യജീവി ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ടോ? ഈ ഒരു പ്രശ്നത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ബൗണ്ടറി തന്നെയാണ്. നീണ്ടു നൂർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയയാണ് നമ്മൾ മന്തിപ്പാറ മുതൽ നമ്മൾ ചക്കുളത്തിന്റെ ബൗണ്ടറി വരെ ഒരു സൈഡ് കാണപ്പെടുന്നത്. അത് 8, 9, 10, 11, 12 വാർഡുകളെല്ലാം ഈ തമിഴ്നാട് ബൗണ്ടറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വന്യജീവികളുടെ ശല്യം, പ്രത്യേകിച്ച് പന്നിയുടെ ശല്യം ഒരുപാടുണ്ട്. കർഷകരെ നമുക്ക് ഏത് രീതിയിൽ അത് കർഷകരുടെ വിളവുകൾ നശിപ്പിക്കാത്ത രീതി ചെയ്യണം എന്നുപോലും നമുക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ 1.5 വർഷമായിട്ട് നമ്മൾ പന്നികളെ വെടിവെക്കാനുള്ള ലൈസൻസ് ഏതാണ്ട് 7 പേർക്ക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് അതുകൊണ്ടൊന്നും ഒരു 100% പ്രയോജനത്തിലൂടെ എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കർഷകർ നടുന്ന കൃഷികളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന ഈ ചുറ്റുപ്രദേശത്തുള്ള വനങ്ങളിൽ നിന്ന് കയറി വരുന്ന വന്യജീവികളുടെ ഭയങ്കര ശല്യം തന്നെ നമുക്ക് ഇവിടെ നേരിടുന്നുണ്ട്. അതിനെല്ലാം നമ്മളൊരു നിയന്ത്രണം വരുത്തിക്കൊണ്ടുള്ള പുതിയ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പല കൃഷിയിടങ്ങളിൽ നമ്മൾ കൃഷിഭവനോട് സബ്സിഡി നിരക്കിൽ നമ്മൾ വേലികൾ, കമ്പി വേലികളും, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു പദ്ധതി നമ്മൾ ഒരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. കിണറിനിടുന്ന വലകൾ നമ്മൾ ചുറ്റിനിടുകയാണ്. ഒരു പരിധി വരെ മൃഗങ്ങൾ, കാട്ടുപന്നികൾ കയറാതിരിക്കുന്ന ഒരു സംവിധാനം നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ആക്കിയിട്ട് വെക്കുകയാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ജൈവവളത്തിന് നമ്മൾ ഇതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള നമ്മള് കുരുമുളക് കൃഷിക്കും ഏലകൃഷിക്കും ഗുണപ്രദമായ രീതിയിലുള്ള ജൈവവളങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കൃത്യമായി കൊടുക്കുന്നുണ്ട്. പിന്നെ കിഴങ്ങ് വിളകൾക്ക് വേണ്ടിയുള്ള സബ്സിഡി നമ്മൾ കൊടുക്കുന്നുണ്ട്. നെൽകൃഷിക്കുള്ള സബ്സിഡികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും മേഡത്തിനും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് സർക്കാർ തന്നിരിക്കുന്ന മാനദണ്ഡത്തിൽ
തന്നിരിക്കുന്ന സർക്കാരിന്റെ റൂൾ പ്രകാരമുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന സബ്സിഡികൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് പാർപ്പിടവും കുടിവെള്ളവും. ഈ ഭവന നിർമ്മാണ പദ്ധതി എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്, അതുപോലെ തന്നെ കുടിവെള്ള വിതരണം? നമുക്ക് കുടിവെള്ള വിതരണം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണ്. അതെനിക്ക് തോന്നുന്നത് കാർഷിക മേഖലയിലുള്ള ഏതാണ്ട് 8ഓളം വാർഡുകളിൽ വർഷങ്ങൾ വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളത്തിന് ഭയങ്കര അഭാവമാണ്. നമ്മൾ ഒരു വാർഡിൽ തന്നെ 1, 2, 3 കുഴൽക്കിണറുകൾ, 3 കൂടുതൽ കുഴൽക്കിണറുകൾ, കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് കുടിവെള്ളം പറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പം നമ്മൾ അതിന് ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടിവെള്ളം വേനൽക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇനി ജലനിധിയുടെ പുതിയ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി സ്പീഡപ്പിൽ നടപ്പിലാക്കുകയാണ്. പൈപ്പിടിയിലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. നമ്മളതിൽ കൊമ്മളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തേക്കടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുള്ള സംവിധാനം സർക്കാരിന്റെ പദ്ധതിക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വിഹിതവും നമ്മൾ അടച്ചിട്ടുള്ളതാണ്. ആ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുടിവെള്ളത്തിൽ നല്ല 100% ഒരു ഗുണം നമുക്ക് ലഭിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ 100% അവർക്ക് എല്ലാ പദ്ധതിയും കുടിവെള്ള പദ്ധതി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ 4 വർഷക്കാലമായിട്ട് എല്ലാ വാർഡിൽ തന്നെ പറയുന്ന രീതിയിലുള്ള കുഴൽക്കിണറുകൾ, മഴവെള്ള സംഭരണികൾ, കുളങ്ങൾ എല്ലാം നമ്മൾ ലഭിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വെള്ളത്തിന് ഭയങ്കര അഭാവം തന്നെ ഉണ്ട്. അതിനിപ്പോൾ നമ്മുടെ ജലനിധിയുടെ പദ്ധതിയും കൂടെ വന്നെങ്കിൽ മാത്രം നമുക്കൊരു പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ആരോഗ്യരംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? ആരോഗ്യ മേഖലകളിലെ നമുക്ക് ഇപ്പം കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ CHSC ഒരു ഹോസ്പിറ്റൽ കൃത്യമായിട്ട് നമുക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പാലിറ്റീവ് കെയറിന്റെ സംവിധാനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ ഒരു വർഷം ഏതാണ്ട് 15 ലക്ഷം രൂപയോളം പാലിറ്റീവ് കെയറിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ആശാവർക്കർമാരുടെ കാര്യം നമ്മൾ ഈ പ്രാവശ്യമാണെങ്കിലും നമ്മൾ ബഡ്ജറ്റിൽ ആശാവർക്കർമാർക്ക് ഒരു ഓർഡറും കൂട്ടിക്കൊടുക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ ബഡ്ജറ്റ് വക വിളിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു തീരുമാനം കിട്ടിയാൽ നമ്മൾ 100% കൊടുക്കാൻ തയ്യാറാണ്. കാരണം ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഹെൽത്തുകാരും അതിനോടൊപ്പം തന്നെ ആശാവർക്കർമാരും. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരുപാട് പണികളാണ്. ഇപ്പോൾ അവർക്ക് എനിക്ക് 12 മണിക്കൂർ മേലിൽ ജോലി ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഇതാണ്. അവർക്കെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് 5 എണ്ണമാണ് ഉള്ളത് വണ്ടൻമേട് പഞ്ചായത്തിലെ. 5 ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള പഴയ കാലത്തുള്ള സബ് സെന്ററുകളാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അതിനോട് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ ഭാഗത്തിൽ നിന്നും നമ്മൾ മറ്റുള്ളത് മാറ്റി വെച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ അത് വിപുലീകരമായ രീതിയിൽ വലിയ കെട്ടിടങ്ങളാക്കി പണിയുന്നതിനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ആരോഗ്യ മേഖല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്തു വരികയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. അതിൽ വണ്ടൻമേട് പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകൾ എത്രത്തോളമാണ്? വണ്ടൻമേട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുമളി മൂന്നാർ, അതായത് നമ്മുടെ കുമളിയിൽ നിന്ന് തേക്കടിക്ക് അല്ല മൂന്നാറ്റിൽ നിന്ന് തേക്കടിക്ക് വരുന്ന മെയിൻ റോഡിന്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കുമളിയിൽ നിന്ന് ഒരു 27 കിലോമീറ്റർ ഉള്ളിലാണ് വണ്ടൻമേട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ സെന്ററിൽ കൂടെ തന്നെ റോഡിൽ കൂടെ തന്നെയാണ് ഈ വാഹനങ്ങൾ, എല്ലാ ടൂറിസ്റ്റ് വാഹനങ്ങളും കടന്നു പോകുന്നത്. അതിന്റെ തന്നെ നമുക്ക് എല്ലാ മേഖലയും നമുക്ക് ഇതിനകത്ത് നമ്മുടെ പഞ്ചായത്തിൽ ടൂറിസം മേഖലയായിട്ട് പ്രത്യേകിച്ചില്ല എങ്കിൽ പോലും നമ്മൾ ആമയാർ കേന്ദ്രീകരിച്ച് നമുക്കൊരു ഗണപതിയുടെ ഇപ്പൊ ഒരു വലിയൊരു സംവിധാനം അവിടെ വന്നിട്ടുണ്ട്. ഏഷ്യയിലെ 2ാമത്തെ ഒരു ഗണപതിയുടെ വിഗ്രഹം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ടൂറിസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. അവർക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെങ്കുർണാൻ എന്ന് പറയുന്ന ഒരു പാറയുണ്ട്, അവിടെ റവന്യൂവിന്റെയാണ്. അപ്പൊ നമ്മൾ റവന്യൂ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ആ മേഖലകളിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ടൂറിസത്തിന് വേണ്ടി ഗുണകരപ്രദമായ ഒരു പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹം ലഹരി വ്യാപനം കൊണ്ട് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ബോധവൽക്കരണ ക്ലാസുകളടക്കം നടപ്പിലാക്കുന്നുണ്ടോ? നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് 14 സ്കൂളുകളാണ് നമ്മുടെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽ ഉള്ളത്. 14 സ്കൂളുകൾ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള നമ്മൾ ആരോഗ്യ മേഖല അംഗൻവാടിയിലെ ICDCകളിലൊക്കെ സംവിധാനത്തോടു കൂടി നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ പിള്ളേരുടെ ഒരു അമിതമായ മയക്കുമരുന്നിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മൾ 25-ാം തീയതി വരുന്ന ചൊവ്വാഴ്ച
നമ്മൾ പഞ്ചായത്തിൽ ഒരു ജനകീയ സദസ്സ് വിളിച്ചിരിക്കുകയാണ്. അതിനകത്ത് എല്ലാ ആളുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ, സമുദായപരമായിട്ടുള്ള ആളുകൾ, എല്ലാ സംഘടനയും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഒരു മഹത്തായ ഒരു ജനകീയ സദസ്സാണ് വെക്കുന്നത്. അതായത് അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുള്ള എല്ലാ മേഖല വില്ലേജ് ഓഫീസർമാർ, സ്കൂൾ അധ്യാപകരടക്കമുള്ള എല്ലാ സർക്കാർ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും സ്കൂൾ അധ്യാപകരടക്കമുള്ള പിന്നെ ദേവാലയങ്ങൾ അച്ഛന്മാരടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ ഒരു സദസ്സ് തന്നെ നടത്തുകയാണ്. അതിലൂടെ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുകയും കുട്ടികളിൽ എവിടെയെങ്കിലും മയക്കുമരുന്നിന്റെ ഒരു അഭാവം ഏതെങ്കിലും മേഖലകളിൽ കുട്ടികളിൽ നിന്ന് മുതിർന്നവരിൽ നിന്ന് കാണുവാൻ സാധിച്ചാൽ ഓപ്പണായിട്ട് നമുക്ക് ജനങ്ങൾക്ക് അത് തുറന്നു വിട്ടുകൊണ്ട് അവരെ പിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവകാശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു മഹത്തായ പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മേഖല പൊതുവെ കുറവാണ് എങ്കിൽ പോലും നമ്മൾ വളരെയധികം തമിഴ്നാട് ഒക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് വരുന്ന ഒരു ജില്ലയും കൂടി ആയതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിലൊക്കെ മയക്കുമരുന്നിന്റെ അഭാവം കൂടുതലായിട്ട് കടന്നു വരാം. അത് നമ്മൾ നിയന്ത്രിക്കാനുള്ള കൃത്യമായ ഒരു നടപടിയും കൂടെ നമ്മൾ എടുക്കുകയാണ്. ഇനി ഏതൊക്കെ പദ്ധതികളാണ് പൂർത്തീകരിക്കാനുള്ളത്? ഭാവി വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇനിയിപ്പം പൂർത്തീകരിക്കാനുള്ള പദ്ധതി നമ്മൾ ക്രിമിറ്റോറിയം അതായത് നമുക്ക് ഈ ഒരു വലിയ ഒരു ക്രിമിറ്റോറിയം നമ്മൾ ആമയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പണിയാൻ സാധിച്ചു. ഏതാണ്ട് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ മുടക്കി അതിനുള്ള കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇലക്ട്രിക് സംവിധാനങ്ങൾ കൊണ്ടുവെക്കാനുള്ള ഒരു സംവിധാനം കൂടെ പൂർത്തീകരിച്ചാൽ മതി. നമ്മൾ ശുചിത്വ മിഷനുമായിട്ട് ഫണ്ട് ആവശ്യപ്പെട്ടതിന് 50 ലക്ഷം രൂപയോളം വേണം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ശവസംസ്കാര ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എംസെപ്പ് നമുക്ക് മുൻകാലങ്ങൾ അറിയാതെ ഗവൺമെന്റ് തന്നിരുന്ന 250 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ എംസെപ്പുകളായിരുന്നു. അത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ പണിതു. ഇപ്പൊ നമുക്ക് 18 വാർഡുകളുണ്ട്. 18 വാർഡിൽ നിന്ന് 25 ഹരിതകർമ്മസേന പ്രവർത്തകരുണ്ട്. എല്ലാ ദിവസങ്ങളും തന്നെ പ്ലാസ്റ്റിക്കുകൾ കൃത്യമായി വീടുകളിൽ തന്നെ ചെന്ന് എടുക്കുന്നതുകൊണ്ട് എംസെപ്പ് പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മളൊരു 30 ലക്ഷം രൂപ കൂടെ വെച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള എംസെപ്പാണ്. ആ എംസെപ്പ് ബെയിലിംഗ് മിഷൻ അടക്കമുള്ള സംവിധാനത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ പണി ഏർക്കുറെ പൂർത്തീകരിക്കാൻ തുടങ്ങി തീരാറായിട്ടുണ്ട്. അതിന്റെ ഏപ്രിൽ മാസത്തിലൂടെ അത് പൂർത്തീകരിച്ചാൽ എനിക്കൊന്ന് ഏറ്റവും നല്ലൊരു എംസെപ്പ്, വലിയൊരു എംസെപ്പും മറ്റുള്ള ആളുകളെ വിളിച്ച് നമുക്കൊരു കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പഠനം നടത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആധുനിക രീതിയിലുള്ള എംസെപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക, അത് പൂർത്തീകരിക്കും. പിന്നെ നമുക്ക് നിലവിലുള്ള നമുക്ക് തുമ്പൂർമൊഴി പദ്ധതി ആയിരുന്നു നമുക്ക് നിലവിലുണ്ടായിരുന്നത്. തുമ്പൂർമൊഴി പദ്ധതി നമ്മളത് മാറ്റിക്കൊണ്ട് നമുക്ക് മാലിന്യം സംസ്കരിക്കുന്ന പുതിയൊരു പ്ലാന്റ്, വലിയ രീതിയിലുള്ള പ്ലാന്റ് നമ്മൾ നിർമ്മിച്ചു. ആ പ്ലാന്റ് നിർമ്മിച്ചു. അതിനകത്ത് നമ്മൾ ഇപ്പം എനിക്കൊന്ന് അടുത്ത മാസത്തോടു കൂടി നമുക്ക് ആദ്യത്തെ നമ്മൾ 2 പ്രാവശ്യം നമ്മൾ 2 ട്രിപ്പ് നമ്മൾ ഈ ഖരമാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് വളവാക്കിയായിരുന്നു. കാരണം കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദം ചെയ്യുന്ന നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഒരുപാട് ഖരമാലിന്യങ്ങൾ നമുക്ക് കിട്ടുവാനുള്ള സാധ്യതയുള്ള പഞ്ചായത്താണ്. അപ്പൊ ഇപ്പം തന്നെ എനിക്കൊന്നൊരു 5000 കിലോയ്ക്ക് മുകളിൽ നമുക്ക് നടത്താനുള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ച് തീരാറായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട്. 1 മാസം കഴിയുമ്പോൾ പഞ്ചായത്തിന്റെ ലെവലിൽ തന്നെ നമ്മൾ ചാക്കുകളിൽ പാക്ക് ചെയ്ത് നല്ല ലാബിൽ കൊണ്ട് പരിശോധന നടത്തി നല്ല റിസൾട്ടോടു കൂടി നമുക്കിത് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഒരു പദ്ധതി കൂടെ തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് വികസന നേട്ടങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീ സുരേഷ്. ഓക്കെ, താങ്ക്സ് മാഡം.